ഉയർന്നു നിന്നു നിന്റെ വഴിയിലേക്ക് നോക്ക്. നിന്റെ ഉള്ളിലുള്ള പോർവീരനെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുക. ഇന്ന് നിനക്ക് ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ. സാധാരണ ജീവിതം ജീവിച്ചത് ഇപ്പോൾ മതിയാകുന്നു. ഇന്നു മുതൽ നീ ഒരു വീരനായി ജനിക്കണം. നിന്റെ ഉള്ളത്തിൽ ഒരു നർമ്മം എപ്പോഴും എരിയണം. അത് നിന്നെ ഒരുപോഴും ഉറങ്ങാൻ അനുവദിക്കരുത്. ആ തീയാണ് നിന്റെ യഥാർത്ഥ വളർച്ച. നിന്റെ കണ്ണുകളിപ്പോൾ സത്യത്തെ കാണട്ടെ. നിന്റെ ഹൃദയം എപ്പോഴും യുദ്ധം മുഴക്കം ചെയ്യട്ടെ. ഈ ലോകം നിന്നെ കൊണ്ട് എന്തും സ്വയം നൽകുന്നില്ല. നീ പോരാടി മാത്രം ഇവിടെ ജയിക്കാം. എതർക്കും ഒരുപോഴും ഇവിടെ കാത്തിരിക്കേണ്ട. നിന്റെ സമയത്തെ വീണടിക്കേണ്ട. നിന്റെ അതിരഷ്ടത്തെ നീയെ എപ്പോഴും രൂപീകരിക്കുക. ഈ ലോകം വളരെ ക്രൂരമാണെന്നറിഞ്ഞു. എന്നാൽ നീ അതേവിടെ പല മടങ്ങ് ശക്തമായവനാണ്. എന്തെങ്കിലും തടവുകൾ കണ്ടാൽ നീ ഭയപ്പെടരുത്. അവയെല്ലാം നിന്റെ മുന്നേറ്റത്തിനുള്ള മികച്ച പടികളാണ്. ശക്തി എന്നത് വേദനയുടെ മറുവശം എന്നതിനെ തിരിച്ചറിഞ്ഞു. ഭയത്തെ ഇപ്പോൾ നിന്റെ കാലടിയിൽ മിതിച്ച് മടട. നിങ്ങളുടെ ഏറ്റവും മികച്ച ഗുരുവായിരിക്കും വരിയും. ആ വേദനയെ ഇപ്പോൾ നിന്റെ ശക്തിയാക്കി മാറ്റുക. നല്ല മടത്തിൽ തന്നെ നിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്. ഇപ്പോൾ അനാവശ്യമായ ഉറക്കത്തെ മുഴുവനായി ഉപേക്ഷിക്കുക. നിന്റെ സോമ്പലിനെ ഇപ്പോൾ മുഴുവനായും കത്തിച്ചു കളി. പ്രതിദിനവും നിനക്കൊരു പുതിയ പോരാട്ടമാണ്. ജീവിതത്തിലെ കഷ്ടതകൾ നിന്നെ എപ്പോഴും മുറുക്കട്ടെ. നീ ഒരു സാധാരണ കല്ലല്ല എന്നത് മനസ്സിലാക്കുക. നിങ്ങളൊരു വിലമതിപ്പില്ലാത്ത കല്ലാണ് എന്നറിയുക. അഗ്നിയിൽ കത്തിയാൽ മാത്രമേ ഹീറോ എപ്പോഴും മിന്നട്ടെ. അനുശാസനമെന്നത് നീ തന്നെയാണ് സ്വീകരിക്കുന്ന ഉത്തരവാണ്. ആ ആചാരപരമായ കമാൻഡ് ഒരിക്കലും നീ ലംഘിക്കരുത്. ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ നീ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ ആ വേദനകൾ തന്നെയാണ് നിന്നെ തകർക്കുന്നത്. നിന്റെ ഏറ്റവും വലിയ ശത്രു നിനക്ക് പുറത്തു എവിടെയുമില്ല. നിന്റെ സത്യമായ എതിരി നിന്റെ ഉള്ളിലെയാണ്. നിന്റെ ഭയത്തെ ഇപ്പോൾ നിന്റെ കാലടിയിൽ മിതിച്ച് നടക്കുക. നിന്റെ മനസ്സിലുള്ള സംശയങ്ങൾ വേരറുത്ത് എറിഞ്ഞുകളഞ്ഞു. മന ഉറച്ചതാണ് ഒരു പോരാളിയുടെ യഥാർത്ഥ വാൾ. ആ മനസ്സിന്റെ ഉറച്ചതായ വാളിനെ എപ്പോഴും കുത്തിയാക്കുക. നിന്റെ മനസ്സിനെ എപ്പോഴും നീ മുഴുവനായും നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നിന്റെ മനസ്സ് നിന്നെ അടിമയാക്കും. നിന്റെ ചിന്തകൾ നിന്റെ ഏറ്റവും വലിയ തടവുശാലയാണ്. അല്ലെങ്കിൽ ആ എണ്ണങ്ങൾ നിന്റെ ഉന്നതമായ വിമുക്തി. ജീവിതത്തിൽ ത്യാഗമില്ലാതെ ഒരു വിജയവുമില്ല. നിന്റെ എല്ലാ ആനന്ദങ്ങൾ ഇപ്പോൾ സമർപ്പിക്കൂ. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വലിയ ത്യാഗങ്ങൾ ആവശ്യമാണ്. നിനക്ക് അനുഭവപ്പെടുന്ന വേദന എപ്പോഴും താൽക്കാലികമാണ്. എന്നാൽ വിജയമാണ് സ്ഥിരമായത്. അവസാനത്തിൽ വിജയം നിന്റേതാണ്. തീവ്രത കണ്ട ഒരുപോഴും നീ പിൻവാങ്ങാൻ കഴിയില്ല. നിന്റെ ജോലി കഠിനതയുടെ വിയർപ്പാണ് നിന്റെ ആസ്തി. ജീവിതത്തിൽ എന്തെങ്കിലും നൽകാൻ ധൈര്യമായവനാണ് വീരൻ. അവൻ ഈ ലോകത്തിൽ എന്തും നേടാൻ യോഗ്യനാണ്. എവരും നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ വരില്ല. നിന്റെ ജീവിതം എപ്പോഴും നിന്റെ ഉത്തരവാദിത്വമാണ്. അധിഷ്ഠത്തിനായി കാത്തിരിക്കുന്നവന് ഒരു വലിയ മുട്ടാളാണ്. പരിശ്രമത്തിലൂടെ വിധിയെ മാറ്റുന്നവൻ ഒരു യഥാർത്ഥ വീരനാണ്. എന്തെങ്കിലും നിലയ്ക്ക് ഒരുപോഴും സമരസ്യം ചെയ്യരുത്. എന്തെങ്കിലും ഒരു കഠിനമായ സാഹചര്യത്തിൽ നീ ഒരുപോഴും വിട്ടുകൊടുക്കരുത്. പോരാടുക. ഈ ലോകം നിന്നെ ഒരുപോഴും കടമയില്ല. നിന്റെ പാത നീയെ ഇപ്പോൾ ധൈര്യത്തോടെ മുറിക്കൂ. ഗൗരവമെന്നത് നിന്റെ ജീവനേക്കാൾ ഉയരത്തിലുള്ളതാണെന്ന് എപ്പോഴും മറക്കരുത്. നിന്റെ വാക്കിന് എപ്പോഴും നീ വില കൊടുക്കണം. എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും നീ നേർമായിരിക്കുക. നേർമയാകയിരുക. എന്നാൽ കളത്തിൽ കൊടൂരമായി പോരാടുക. ഇതുവേ ഒരു പോർവീരനിന്റെ സത്യമായ ധർമ്മമാകുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ മാത്രം നിന്റെ ചരിത്രം ലോകത്തിന് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ കുറച്ച് നിന്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ കഴിവുകൾ എപ്പോഴും നിന്റെ പ്രവൃത്തിയിൽ കാണിക്കുക. വീരന്റെ ഭാഷ മൗനം. അതുവേ അവന്റെ ശക്തി. നിന്റെ വീരഛായകൾ കാലത്തെ ജയിച്ച് നിലനിൽക്കട്ടെ. വിജയമെന്നത് നിന്റെ ഒരു
പ്രധാന തെരഞ്ഞെടുപ്പാണ്. നിന്റെ ഇന്ന് എന്ത് തെരഞ്ഞെടുക്കാൻ പോകുന്നു? വീരനല്ലേ? നീ ഒരു വീരനോ അല്ലെങ്കിൽ ഒരു കോഴിയോ തീരുമാനിക്കുനിക്കൂ. ഒരു യുദ്ധസേനയുടെ പാത എപ്പോഴും കഠിനമാണ്. പാത കഠിനമായിരുന്നാലും അതുവേ വളരെ ഉന്നതമായതാണ്. ജീവിതത്തിന്റെ പോരാട്ടത്തിൽ ഒരിക്കലും നീ പിന്മാറരുത്. നിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഒരിക്കലും വിശ്രമിക്കരുത്. നിന്റെ എല്ലകളെ ഇപ്പോൾ മുഴുവനായി തകർക്കുക. നിന്റെ ചിന്തകളേക്കാൾ നീ വളരെ ശക്തമായവനാണ്. നിന്റെ വേഗം നിന്റെ വലിയ ആയുധമായിരിക്കട്ടെ. നിന്റെ ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ വിവേകത്തോടെ എടുക്കുക. വീര്യം നിന്റെ രക്തത്തിലേക്ക് കലർന്നിരിക്കുന്നു. ഇതുവേ നിന്റെ താരകമന്ത്രമെന്ന് തറിഞ്ഞു. എല്ലാ ചലനങ്ങളും എപ്പോഴും കൃത്യമായിരിക്കട്ടെ. നിന്റെ അപൂർവ കഴിവുകൾ ഈ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുക. നിന്റെ അതിരില്ലാത്ത ശക്തിയെ ഇപ്പോൾ പുറത്തെടുക്കുക. ജീവിതത്തിൽ വീഴുന്നത് ഒരിക്കലും തെറ്റല്ല എന്നത് മനസ്സിലാക്കുക. എന്നാൽ എഴുന്നേറ്റിട്ടില്ലാത്തത് തന്നെയാണ് യഥാർത്ഥ മരണം. 1000 തവണ വീണാലും നീ ആശങ്കപ്പെടേണ്ട. എഴുന്നേറ്റ് നിൽക്കുക. 1001 തരവാദം വീണ്ടും ധൈര്യത്തോടെ എഴുന്നേൽക്കുക. തോൽവി എന്നത് നിനക്കൊരു മികച്ച പാഠമാണ്. തോൽവി ഒരിക്കലും നിന്റെ അവസാനമല്ല. നിന്റെ വേഗം ചില സമയങ്ങളിൽ കുറയാം, അത് തെറ്റല്ല. എന്നാൽ നിന്റെ യാത്ര ഒരിക്കലും നിർത്തരുതെന്നറിയുക. എന്തെങ്കിലും കഠിനമായ സാഹചര്യത്തിൽ നീ ശരണടയേണ്ട, പോരാടുക. ഇപ്പോൾ നിന്നെയെ നീ ഒരിക്കൽ ആഴത്തിൽ കേൾക്കുക. ഈ വിശാല ലോകത്ത് നീ ഇപ്പോൾ യാഥാർത്ഥത്തിൽ ആരാണ്? നിന്റെ വെറുമൊരു സാധാരണ മനുഷ്യനാകാൻ പോകുന്നുവോ, അല്ലെങ്കിൽ നീ ഒരു സത്യമായ വീരനാകാൻ പോകുന്നുവോ? ഈ നിമിഷം നിന്റെ പഴയ ജീവിതം മുഴുവനായും നീ അവസാനിപ്പിക്കൂ. ഇന്നൊരു പുതിയ മനുഷ്യനായി, പുതിയ ശക്തിയോടെ നീ വീണ്ടും ജനിക്കണം. ഇന്ന് ഒരു യഥാർത്ഥ വീരനായി നീ പുതിയ ജന്മം നേടുക. ഇത് നിനക്കുള്ള സമയം. ഇതുവേ നിന്റെ യഥാർത്ഥ ജീവിതം. ഇതിനെ ധൈര്യത്തോടെ ജീവിക്കുക. ഇതുവേ നിനക്കുള്ള അന്തിമ യുദ്ധം. ഇതിൽ നീ മാത്രം ജയിക്കണം. മുടിവെച്ചിരിക്കുന്ന സമയം ഇപ്പോൾ എത്തിയിരിക്കുന്നു. നീ ഒരു വീരനാണോ അല്ലെങ്കിൽ സാധാരണക്കാരനാണോ? നിന്റെ കൈകളിൽ തന്നെയാണ് നിന്റെ വിധി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. നിന്റെ വിധിയെ നിന്റെ പരിശ്രമത്തിലൂടെ ഇപ്പോൾ നീ തന്നെ മനോഹരമായി രൂപപ്പെടുത്തുക. നിന്റെ മനസ്സിലെ ഭയത്തെ ഇപ്പോൾ നീ മുഴുവൻ കൊല്ലണം. മുന്നോട്ട് പോ. നിന്റെ സ്ഥിരമായ അടയാളമായി വീരത്വം എപ്പോഴും സ്വീകരിക്കണം. നീയെല്ലാം നിന്റെ തലവനാണ്. നിനക്കു സമാനമായവ നീ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ വിശാല ലോകം നിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നു. നിന്റെ മഹത്തായ വിജയത്തെ ഈ ലോകത്തിന് ഉച്ചത്തിൽ ഇപ്പോൾ വിളിച്ചു ചൊല്ലൂ. അവസാനത്തിൽ വിജയിക്കുന്നത് എപ്പോഴും നിനക്കാണ് അനുയോജ്യം. ഒരിക്കലും പിൻവാങ്ങേണ്ട. ജീവിതത്തിൽ എപ്പോഴും ഒരു വീരനായിരിക്കുക. അതുതന്നെയാണ് നിന്റെ മഹിമ. നിന്റെ പോരാട്ടവും നിന്റെ പോരും എപ്പോഴും തുടരുന്നു. ഇത് നിന്റെ ഉന്നതമായും കാലത്താൽ അഴിയാത്തത് പാരമ്പര്യമാണ്. വിജയം നിന്റേതാണ്. എപ്പോഴും നിന്റെ വിജയത്തെ നീ ആഘോഷിക്കണം. ചരിത്രം നിന്റെ വീരത്വത്തെ എപ്പോഴും ഓർമ്മയിൽ വെക്കുമെന്നറിഞ്ഞു. നീ ഒരു അഴിയാത്തയും മാപ്രധാനമായ വീരനായി ഇപ്പോൾ മാറുക. വിഴിച്ചിടുക. ഈ ലോകം നിന്നെ എന്തും സ്വയം നൽകില്ല. പോരാടുക. നിന്റെ പോരാട്ടം മാത്രമേ ഇവിടെ നീ വിജയിക്കാനാവൂ എന്ന് മനസ്സിലാക്കുക. എതർക്കും ഒരുപോഴും ഇവിടെ കാത്തിരിക്കേണ്ട. നിന്റെ കാലം സൃഷ്ടിക്കൂ. നിന്റെ ഭാഗ്യം നിന്റെ പരിശ്രമത്തിലൂടെ നീ തന്നെ ഇപ്പോൾ സൃഷ്ടിക്കൂ. ഈ ലോകം എപ്പോഴും വളരെ ക്രൂരമാണെന്ന് നീ അറിയാമോ? എന്നാൽ നീ അതിവിടെ പല മടങ്ങു ശക്തമായവനാണെന്ന് ഒരുപോഴും മറക്കരുത്. നിന്റെ പാതയിൽ വരുന്ന ഏതെങ്കിലും തടസ്സങ്ങൾ കണ്ടാൽ പോലും നീ അഞ്ചിക്കേണ്ട. മുന്നേറുക. അവയെല്ലാം നിന്റെ മുന്നേറ്റത്തിനുള്ള ഏറ്റവും മികച്ച പടികളാണ്. നിന്റെ ശക്തി വേദനയുടെ മറുവശമാണെന്ന് നീ അറിയുക. ഭയത്തെ ഇപ്പോൾ നിന്റെ കാലടിയിൽ മുഴുവനായി മിതിച്ചു നടാ. ഇതുവേ നിന്റെ മികച്ച പാരമ്പര്യം. ഇത് നീ കാത്തു സൂക്ഷിക്കണം. നിന്റെ മനസ്സിന്റെ ലക്ഷ്യത്തെ ഒരിക്കലും അനയ്ക്കാൻ അനുവദിക്കല്ലേ. വിജയം നിന്റേതാണ്.
എപ്പോഴും നിന്റെ വിജയം നിന്നെ തേടട്ടെ. വിജയം നിന്റേതാണ്. നിന്റെ വീര്യത്തിലൂടെ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. വിജയം നിന്റേതാണ്. ഈ ലോകം നിന്റെ മഹിമയെ സ്തുതിച്ച് പാടും. കടൈസി 10 നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒലിച്ചിരുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഐ ആം വാറിയർ ടൈപ്പ് എന്നെഴുതിയിട്ട് ഏത് ശീലവും ഇന്നു മുതൽ മറ്റൊരു വഴിയിലേക്ക് പോകുന്നു എന്ന് പറയുക. ആവശ്യമുള്ളവരുമായി പങ്കുവെക്കുക. കാരണം അറിവൺ ഒരു ചാനൽ മാത്രമല്ല, ഇതൊരു യോത്ര സമൂഹമാണ്.